الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളും കുറവുകളും വീഴ്ചകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ, ശേഷിക്കുന്നുണ്ടോ, അത്രയും കാലം അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ ആജിലും മുസ്തമിറുമായി ശിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയുമൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഉപഹാരമായി വലിയ പ്രതിഫലത്തിൻ്റെയും അജ്റുകളുടെയും നാളുകളായി നിശ്ചയിച്ചിരിക്കുന്ന ദിനരാത്രങ്ങളിൽ കൂടിയിട്ടാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടും മഗ്ഫിറത്തിനെ ആഗ്രഹിച്ചിട്ടുമൊക്കെ പള്ളികളിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരാവുകയും ദിക്റുകളിലും ദുആയിലും തിലാവത്തിലുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന വേളയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 10 ദുആക്കളിൽ അത് വ്യക്തമായി നമ്മൾ പരസ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നീ എൻ്റെ പെരടികളെ, എന്നെ നീ മോചിപ്പിക്കണമേ റബ്ബേ, മിനന്നാർ, നാരകീയ ശിക്ഷയിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണം. വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, എന്നെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ പറുദീസയിൽ, സ്വർഗത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. അതിൻ്റെ കൂടെ അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, ഞാൻ ഈ നരകത്തിൽ നിന്നും മോചനം ചോദിക്കുമ്പോൾ എന്നിൽ തിന്മകളില്ല എന്നോ, എന്നിൽ കുറ്റങ്ങളില്ല എന്നോ, കുറവുകളില്ല എന്നോ ഒന്നുമുള്ള അവകാശവാദങ്ങൾ എന്നിലില്ല റബ്ബേ. കാരണം ഇന്നക അഫുവ്വുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ് നീ. അടിമകളോട് മാപ്പ് ചെയ്യണമെന്ന് പറയുകയും നീ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തന്നെ സംബന്ധിച്ച് മാപ്പ് ചെയ്യുന്നവനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചെയ്തു തരികയും ചെയ്യണമേ എന്ന് നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ദുആ കേവലം വാചികമാണോ, നമ്മളിതിങ്ങനെ നാവുകൊണ്ടും എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മളും പറയുന്നു, അതല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് നരകത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന സാഹചര്യത്തിലും നാളുകളിലുമാണ് നമ്മളുള്ളത്. നമ്മുടെ ആയുസ്സിന് അതിന് കൃത്യമായ പരിധി നമുക്ക് ആർക്കും അറിയില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിസ്സംഗത എന്ന് പറയുന്നത്.
എല്ലാ വസ്തുക്കൾക്കും എല്ലാ ഉപയോഗിക്കപ്പെടുന്ന കാര്യങ്ങൾക്കും നമ്മൾ ഇത്ര വർഷം വരെ അതിന് ഉപയോഗിക്കപ്പെടാമെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിന് മാത്രം, മനുഷ്യൻ്റെ ജീവന് മാത്രം ഒരിക്കലും നമുക്ക് അപ്രോക്സിമിറ്റിയോ പ്രോബബിലിറ്റിയോ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി ഒരു വയസ്സ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പക്ഷേ അതിൽ നിന്നുമൊക്കെ മാറി മനുഷ്യന്മാർ പൊടുന്നനെയുള്ള മരണങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും കൂടി കാര്യമായി ആലോചിക്കേണ്ടത്. നരകത്തിൽ നിന്നും രക്ഷപ്പെടണം, നരകത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടണം. കാരണം വേദന മനുഷ്യന്മാർക്ക് സഹിക്കാനാവില്ല. ഒരു തരത്തിലുള്ള വേദനയും മനുഷ്യനിക്ക് സഹിക്കാൻ കഴിയില്ല. ലോകത്ത് നമ്മളിന്ന് കാണുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, എന്തെല്ലാം വസ്തു വിൽപ്പനകൾ നടക്കുന്നുണ്ടോ, അതിൻ്റെ ഒക്കെ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സഫറിങ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ചൂട് കാലത്ത് എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ചൂട് എന്ന് പറയുന്നത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ശാരീരികമായ ബുദ്ധിമുട്ടാണ്, സഫറിങ്ങാണ്. അതിന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വസ്തു മനുഷ്യൻ കണ്ടുപിടിച്ചത്. രോഗങ്ങളാണെങ്കിൽ ഓരോ രോഗവും മനുഷ്യന് സഫറിങ്ങാണ്. ആ ഓരോ രോഗവും വരുന്നതിനനുസരിച്ചിട്ട് അതിന് പുതിയ മരുന്നുകൾ എന്താണ്, അതിന് പുതിയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്താണ് എന്ന് മനുഷ്യന്മാർ പഠനം നടത്തുകയും അതിൽ നിന്നും മോചനം നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മനുഷ്യന് സഹിക്കാനാകൂല, ഒന്നും സഹിക്കാനാകൂല. അതിന് ചെറിയ അളവിൽ മാത്രമേ സഹിക്കാൻ പറ്റുകയുമുള്ളൂ, സഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ. ഇതിനു വേണ്ടിയിട്ടാണ് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ. നടക്കേണ്ട പ്രയാസത്തിന് വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഒരുപാട് ദീർഘദൂര നാടുകളിൽ പോയിട്ട് കച്ചവടം ചെയ്യേണ്ട പ്രയാസങ്ങൾ മനുഷ്യൻ ആലോചിക്കുകയും അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ കാണുകയും ചെയ്തപ്പോഴാണ് മറ്റു പല ബിസിനസ്സിൻ്റെ ഐഡിയകളും വരുന്നത്. പ്രിയമുള്ളവരെ, ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നരകത്തിലെ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ശിക്ഷയെപ്പറ്റി വിശദീകരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ അടുത്ത് പറയുന്നത്, ഇന്നല്ലദീന കഫറു ബിആയാതിന സൗഫ നുസ്ലീഹിം നാറ, തീർച്ചയായും എന്നെ നിഷേധിച്ച ആളുകൾ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകൾ, സൗഫ നുസ്ലീഹിം നാറ, നാം അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കും. ആ നരകത്തിൻ്റെ അഗ്നിയുടെ ജ്വാല കാരണം, അതിൻ്റെ ശക്തി കാരണം, താപത്തിൻ്റെ ഉയർച്ച കാരണം നളിജത്ത് ജുലൂദുഹും, അവരുടെ തൊലികൾ പൊള്ളിപ്പോകും, അത് ഇല്ലാതായി പോകും. അങ്ങനെ ആ തൊലി ഇല്ലാതായതിനു ശേഷം വീണ്ടും പുതിയ തൊലികൾ, ചർമ്മങ്ങൾ മനുഷ്യ ശരീരത്തിന് രൂപപ്പെടുകയും വീണ്ടും ഈ വേദനകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുകയുണ്ടായി. എന്തിനാണ് ലിയദൂഖുൽ അദാബ്? മനുഷ്യൻ ഓരോ സെക്കൻഡിലും അനുഭവിച്ച, ആസ്വദിച്ച അള്ളാഹുവിൻ്റെ നിഅമത്ത്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടേതായ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലതാനും. ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഈ ശരീരം, ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന വായു, വെള്ളം, ശ്വാസം, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഈ അള്ളാഹുവിനോടുള്ള കടമ അള്ളാഹുവിനെ വിശ്വസിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കലുമായിരുന്നു. ഇത് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഓരോ നിമിഷത്തിലും വേദന നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ മനുഷ്യൻ്റെ വേദനകൾ മറികടക്കാൻ മനുഷ്യൻ പുതിയ പുതിയ ഉപാധികൾ കണ്ടെത്തി അവൻ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നരകം എന്ന ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് മനുഷ്യനെ പടച്ച, നരകത്തിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്താണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോചനത്തിൻ്റെ മാർഗം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ശരീഅത്തിൻ്റെ അഹ്കാമുകളെ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ്. സമ്പത്ത് അവിടെ മാനദണ്ഡമല്ല, അധികാരം മാനദണ്ഡമല്ല, സ്വാധീനം മാനദണ്ഡമല്ല, മറ്റു സൗന്ദര്യമോ ബാഹ്യമായ ഒന്നും മാനദണ്ഡമല്ല. മുൽത്തസിമും ബി അഹ്കാമി ശരിയ, ശരീഅത്തിൻ്റെ നിയമാവലികളെ ഒരു മനുഷ്യൻ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏത് ഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവനാണെങ്കിലും ശരി, അവൻ്റെ മാസത്തിൽ കിട്ടുന്ന ശമ്പളവും സമൂഹത്തിനിടയിലുള്ള സ്വാധീനവും സ്റ്റാറ്റസും എത്ര കുറഞ്ഞതാണെങ്കിലും ശരി, ഫഖദ് ഫാസ്. അല്ലാഹു ഉപയോഗിച്ച പദം അതാണ്, ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുക, വ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുക, ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥമായ വിജയം വരിച്ചവൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അടയാളപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ സ്വർഗപ്രവേശനത്തിൻ്റെ, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഓട്ടത്തിലാണ്. അതിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്, അതിനാണ് രാത്രികാലങ്ങളിൽ നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത്, പാതിരാത്രികളിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതും ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നതും ദുആ ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവർ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ട, നരകത്തിൽ നിന്നും മോചനം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ നമ്മൾ പാലിക്കുക എന്നുള്ളത്. നോമ്പെടുക്കാൻ നമുക്ക് സാമ്പത്തിക ചെലവില്ല.
നമസ്കരിക്കാൻ നമുക്ക് നേർക്ക് നേരെ സാമ്പത്തിക ചെലവില്ല, പള്ളിയിൽ വന്നാൽ മതി. പള്ളിയിൽ വന്ന് പള്ളിൻ്റെ ചെലവിലുള്ള പൈപ്പിൽ നിന്ന് നമ്മൾ ഒതു കൊടുത്ത് പള്ളി കമ്മിറ്റി നിശ്ചയിച്ച പള്ളി കമ്മിറ്റി ശമ്പളം കൊടുക്കുന്ന ഇമാമിൻ്റെ പുറകിൽ നമ്മൾ നിസ്കരിക്കുന്നു. പള്ളിയിൽ നല്ല എയർ കണ്ടീഷനാണ്, പള്ളിയിൽ നല്ല കാർപ്പറ്റാണ്, നല്ല റാഹത്തായി. ഇപ്പോൾ പള്ളിയിൽ പോകാൻ എല്ലാവർക്കും റാഹത്ത്. ആ റാഹത്ത് അല്ലാഹു എല്ലാ നിലക്കും നിലനിർത്തുമാറാകട്ടെ. ഇതിനൊന്നും ചിലവില്ല. അതുകൊണ്ട് ഇത് ചെയ്യൽ ഒരു പരിധി വരെ എളുപ്പവുമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൻ്റെ കൂടെ നോമ്പിൻ്റെ കൂടെ ഒക്കെ അള്ളാഹു ചേർത്തി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് സക്കാത്തിൻ്റെ അമൽ എന്ന് പറയുന്നത്. സമ്പത്തിൻ്റെ ബാധ്യത, ഒരുപാട് ബാധ്യതകളുണ്ട്. നമ്മളെല്ലാം അതിലേക്ക് നമുക്ക് ചർച്ച ചെയ്യൽ നമ്മുടെ സമയം നമുക്ക് പരിമിതമാണ്, നമുക്കത് അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അഖീമുസ്സലാത്ത വ ആതു സക്ക, ഖുർആൻ ഒരുപക്ഷെ റമദാനിൽ ഖത്മ് ചെയ്ത ആളുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അഖീമുസ്സല എന്ന പദത്തിൻ്റെ കൂടെ ഒക്കെ ഒരു ആതു സക്ക എന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും. ഖുർആനിൽ എവിടെയൊക്കെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സക്കാത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് നിങ്ങൾ എന്തൊരു വിലയാണോ കൽപ്പിക്കുന്നത്, നിസ്കാരം നിങ്ങൾ ഫർളാണെന്ന് വിശ്വസിക്കുന്നു, നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നു, നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നു, അത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാടുകളിലെ പള്ളികളും കേന്ദ്രങ്ങളും ഒക്കെ ഈ സംവിധാനം ഒരുക്കുന്നതിൻ്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് നിസ്കാരമാണ്. ആ നിസ്കാരം റാഹത്തായി നടക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ അള്ളാഹു എടുത്തു പറയുന്ന കാര്യമാണ് ആതു സക്ക. നിസ്കാരം മാത്രമല്ല, നിങ്ങൾ സക്കാത്തും കൊടുക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് അത് അർഹരായ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ ഉടനെ ഉണ്ടായ ഒരു വലിയ പ്രശ്നമായിരുന്നു യുദ്ധത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഒരുപാട് ആളുകൾ പുറത്തേക്ക് പോകുന്നു. അതിലൊരു വിഭാഗം ബാധിച്ചു ഇനി സക്കാത്ത് കൊടുക്കൂല എന്ന് പറയാൻ തുടങ്ങി. സക്കാത്ത് നിബിധങ്ങൾ ഉള്ളപ്പോഴല്ലേ ഉള്ളൂ, ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എടുത്ത നിലപാട് എന്തായിരുന്നു? മഹാനവറുകൾ പറഞ്ഞത്, അവർ ഒട്ടകത്തിൻ്റെ കയറാണ് അന്ന് സക്കാത്തായിട്ട് കൊടുത്തതെങ്കിലും ഒട്ടകത്തിൻ്റെ കയറിനൊന്നും സക്കാത്തില്ല, ഒട്ടകത്തിൻ്റെ കയർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുമില്ല. അത് മഹാനവറുകൾ അത്രയും അതിൻ്റെ മുബാലകത്തിന് വേണ്ടിയിട്ട്, വിഷയത്തിൻ്റെ ഗൗരവം ഉണർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അന്ന് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ ഒട്ടകത്തിൻ്റെ കയറ് സക്കാത്തായിട്ട് കൊടുത്തു. വല്ലാഹി ലൗ മനഊനി അഖാലൻ ഔ ഇഖാലൻ, എനിക്ക് ഒരു ഒട്ടകത്തിൻ്റെ കയറാണ് അവൻ തടഞ്ഞു വെച്ചത് എങ്കിൽ അവൻ അന്ന് അത് കൊടുക്കുകയും ഇന്നത് കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി. ഉമർ റളിയല്ലാഹു ചോദിച്ചു, മഹാനവറുകളെ, നമ്മളങ്ങനെ യുദ്ധത്തിന് പോകേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ആ സാഹചര്യങ്ങൾ ആലോചിക്കണം. നബിതങ്ങൾ വഫാത്തായിട്ട് അത്രേ ആയിട്ടുള്ളൂ. രാഷ്ട്രീയപരമായ അസന്തുലിതാവസ്ഥ അവിടെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്തൊക്കെ വന്ന് അതൊന്ന് സ്റ്റേബിളായി വരുന്നേ ഉള്ളൂ. ഈ സമയത്ത് വീണ്ടും അത് മുമ്പ് മുസ്ലിമീങ്ങളായിരുന്ന ഒരു വിഭാഗത്തിനെതിരെ യുദ്ധത്തിന് പോകുക എന്ന് പറയുന്നത് അത് സമുദായത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുകയില്ലേ എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉറച്ചു നിൽക്കുകയാണ്. മഹാനവറുകൾ ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയല്ല, ഇന്ന് അവർ സക്കാത്ത് നിഷേധിക്കും, നാളെ നിസ്കാരം നിഷേധിക്കും, പിന്നെ റമദാനിലെ നോമ്പ് നിഷേധിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഖിലാഫത്ത് റാഷിദ് കഴിയുമ്പോഴത്തേക്ക് ഇസ്ലാം ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാം ചില ആളുകൾ പറയുന്ന പോലെ അതിങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, എല്ലാവനവൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് ദൈവം എന്നൊക്കെ പറയുന്ന ചില കപട സംഘങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആളുകളെ പോലെ ആയിപ്പോകും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് ഉറച്ചെടുത്ത നിലപാട് പല ആളുകളും തിരിച്ചു വന്നു, സക്കാത്ത് പിടിച്ചെടുത്തു. ആ സംവിധാനം അങ്ങ് നിലനിന്ന് പോയി. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫളില് കൊണ്ട് നമുക്ക് നൽകിയതാണ് ഈ സമ്പത്ത്. ഞാൻ ആ പറഞ്ഞ വാചകം ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയതാണ് അവൻ്റെ സമ്പത്ത്. ഈ സമ്പത്ത് എൻ്റെതല്ല. ഈ സമ്പത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ ബിരുദം നേടിയ രണ്ടാളുകൾ, ഒരേ ജോലിയിൽ പ്രവേശിച്ച രണ്ടാളുകൾ, ആ രണ്ടാളുകൾക്കുമുള്ള ബാഹ്യമായ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്. പക്ഷെ ഒരാൾക്ക് കൂടുതൽ കിട്ടുന്നു, ഒരാൾക്ക് കുറവ് കിട്ടുന്നു എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്ന രണ്ടാളുകൾ, ഒരാളുടെ കടയിലേക്ക് മാത്രം ആളുകൾ കൂടുതൽ വരുന്നു, മറ്റാളുടെ കടയിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നില്ല. ഇതിന് ബാഹ്യമായ കുറേ കാരണങ്ങൾ ഉണ്ടാകും, നമുക്ക് വിശ്വസിക്കാം. രണ്ടാളുകളും ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ് നിൽക്കട്ടെ. രണ്ടാളുകളുടെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും രണ്ടാളുകളുടെയും എല്ലാം ഒരുപോലെ. എന്നിട്ടും ഒരാൾ മാത്രം ലാഭത്തിലെത്തുന്നു. എത്ര ആളുകൾ സൂപ്പർ മാർക്കറ്റ് ഈ ലോകത്ത് തുടങ്ങുന്നുണ്ട്, എത്ര ആളുകൾ ഈ ലോകത്ത് ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ മാത്രം എന്തുകൊണ്ട് പേര് പിടിക്കുന്നു? ഇവിടെയാണ് അള്ളാഹു പറയുന്ന ഉത്തരം, ആതൂഹും മിമ്മാലില്ല, ഇത് പടച്ചവൻ നിങ്ങൾക്ക് നൽകിയതാണ്. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ചില ആളുകൾക്ക് അല്ലാഹു തആല സമ്പത്തിൽ വലിയ വിശാലത കൊടുക്കും. വയഖ്ദിർ, ചില ആളുകൾക്ക് അല്ലാഹു ഇടുക്കമാക്കി കൊടുക്കും. അന്നത്തെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളത് മാത്രമാക്കി അല്ലാഹു ചുരുക്കി കൊടുക്കും. എന്നിട്ട് അല്ലാഹു എന്തിനാ ഇത് ചെയ്യുന്നത്? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഈ വിശ്വാസത്തിൻ്റെ പുറത്താണോ ഇവൻ ജീവിക്കുന്നത്, ഇത് എൻ്റെ സമ്പത്തല്ല, എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്ന ബോധമാണ് ആദ്യം മുഅ്മിൻ അള്ളാഹു ഉണ്ടാക്കിയെടുത്തത്. അത് ഉണ്ടായിത്തീർന്നാൽ സക്കാത്ത് കൊടുക്കൽ എളുപ്പമാണ്. കാരണം ഇത് എൻ്റെ സമ്പത്തല്ല. എൻ്റെ സമ്പത്തല്ലെങ്കിൽ പിന്നെ ആരെ സമ്പത്താണ്? അള്ളാഹുവിൻ്റെ സമ്പത്താണ്. അള്ളാഹുവിൻ്റെ സമ്പത്താണെങ്കിൽ അള്ളാഹു പറഞ്ഞ ആളുകൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ മേൽ ബാധ്യതയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാക്കുമാറാകട്ടെ. ഏതൊക്കെ കാര്യങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്? ആ വിഷയം പറയുന്നതിന് മുമ്പ് നമ്മൾ ആമുഖം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മളിന്ന് സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ നമുക്ക് ലഭിക്കുന്ന ഉറവിടങ്ങളൊക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ അതിലുണ്ട് എന്ന് പറയും, ചില ആളുകൾ അതിനില്ല എന്ന് പറയും, ചില ആളുകൾ അതിന് ഇത്ര കൊടുത്താൽ മതി എന്ന് പറയും, ചില ആളുകൾ ഇതിന് ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറയും. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡായി പോകാറുണ്ട്. പലരും അതങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റ് അമലുകളിൽ മദാഹിബിൻ്റെ ഇഖ്തിലാഫ് ഉള്ളതുപോലെ നമസ്കാരത്തിലും നോമ്പിൻ്റെ വിഷയത്തിലൊക്കെ അടിസ്ഥാനപരമല്ലെങ്കിലും ശാഖാപരമായ ഇഖ്തിലാഫ് ഉള്ളതുപോലെ, അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ സക്കാത്തിൻ്റെ വിഷയത്തിലും മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഓരോ മദ്ഹബും സക്കാത്തുമായി ബന്ധപ്പെട്ടതിൻ്റെ സമീപന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ആളുകളൊക്കെ അവർ പറഞ്ഞു വെക്കുന്നതും അവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും മദ്ഹബുകളായിരിക്കും. ചിലപ്പോൾ ഹംബലി മദ്ഹബായിരിക്കും, ചിലപ്പോൾ ഗൾഫിലുള്ള ഒരു മലയാളി പണ്ഡിതന്റെ പ്രസംഗമായിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടാകുക. സ്വാഭാവികമായും അദ്ദേഹം പ്രസംഗിക്കാൻ സാധ്യതയുള്ളത് അവിടുത്തെ ഹംബലി മദ്ഹബായിരിക്കും. ആ ഹംബലി മദ്ഹബ് അദ്ദേഹം മലയാളത്തിൽ പറയുന്നു എന്നുള്ളതാണ് കാര്യം. അത് മലയാളികളായ നമ്മൾ കേൾക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നതും ഷാഫി മദ്ഹബുകാർക്കിടയിലാണ്. കേരളത്തിലെ പ്രചുല പ്രചാരം നേടിയ മദ്ഹബ് ഷാഫി മദ്ഹബാൻ. അപ്പോൾ നമ്മളത് കേട്ടിട്ട് കൺഫ്യൂഷനായി പോകരുത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ 4 മദ്ഹബിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മുടെ നാട്ടിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്ന വിവരശേഖരം ഏത് മദ്ഹബാണോ, നമ്മൾ ഏത് മദ്ഹബ് അനുസരിച്ചിട്ടാണ് നമ്മുടെ അമലുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതനുസരിച്ചിട്ട് നമ്മൾ സക്കാത്തിനെയും തർത്തീബ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചെറി പിക്കിംഗ് എന്ന് പറയും. ഓരോ വിഷയത്തിൽ നമുക്ക് ആവശ്യമുള്ള മദ്ഹബ് എന്ന് എടുക്കും. ചില വിഷയത്തിൽ ഹനഫി മദ്ഹബിൽ ഭയങ്കര എളുപ്പമായിരിക്കും, അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ ഹനഫി മദ്ഹബ് എടുക്കുന്നു. ചിലതിൽ മാലിക്കി മദ്ഹബിൽ ഭയങ്കര കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും, അപ്പോൾ നമ്മൾ അതിൽ മാലിക്കി മദ്ഹബ് എടുക്കുന്നു. ചിലതിൽ ഷാഫി മദ്ഹബിലായിരിക്കും എളുപ്പം, അപ്പം ഷാഫി മദ്ഹബ് എടുക്കുന്നു. ഇത് ഹറാമാണ് എന്ന് എല്ലാ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മദ്ഹബിൻ്റെ അനുസരിച്ച് അമലുകൾ ക്രമീകരിക്കണം, അല്ലെങ്കിൽ വലിയ ഫിത്നകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് ആദ്യമായി ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവർ, എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒന്നാമതായി നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത് സ്വർണം, വെള്ളി, അതുമായി അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വസ്തുക്കളാണ്. സ്വർണത്തിൽ അള്ളാഹു സക്കാത്ത് നിർബന്ധാക്കിയിട്ടുണ്ട്, വെള്ളിയിലും സക്കാത്ത് നിർബന്ധാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണ് കൊടുക്കേണ്ടത്? സ്വർണവും വെള്ളിയും സൂക്ഷിപ്പ് സ്വത്തായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അയാൾ സൂക്ഷിപ്പ് സ്വത്തായി കുറച്ച് സ്വർണത്തിൻ്റെ കോയിൻസ് വാങ്ങി വെക്കുന്നു. എത്ര അയാളുടെ കയ്യിലുണ്ട്, എത്ര ഉണ്ടാകണം, അതിൻ്റെ ഒരു മിനിമം ത്രഷോൾഡ് ഉണ്ടല്ലോ, അത് മുതലാണ് പിന്നീട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10.5 പവൻ അല്ലെങ്കിൽ 85 ഗ്രാം എന്ന് അന്ന് പറയുന്ന ഇന്നത്തെ 10.5 പവൻ സ്വർണം. 10.5 പവൻ സ്വർണം ഒരാളെ കയ്യിലുണ്ട്. ധരിക്കുന്ന ആഭരണമല്ലാത്ത 10.5 പവൻ എൻ്റെ കയ്യിലുണ്ട്. അത് ഒരു വർഷം എൻ്റെ കയ്യിൽ, എൻ്റെ അധികാരത്തിൽ നിന്നും വിട്ടുപോകാതെ അത് കണ്ടിന്യൂസ് ആയി ഒരു വർഷം എൻ്റെ കയ്യിൽ നിലനിന്ന് പോയാൽ, ഇതുപോലെ വെള്ളിയും 595 ഗ്രാം വെള്ളി, അത് ആഭരണം സൂക്ഷിപ്പ് സ്വത്തായി എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ, അതൊരു വർഷം കണ്ടിന്യൂസ് എൻ്റെ അധികാര പരിധിയിലുണ്ടെങ്കിൽ, ചന്ദ്ര കലണ്ടർ അനുസരിച്ചിട്ട്, ഖമരിയായ കലണ്ടർ അനുസരിച്ചിട്ട്, ഒരു മുഹറം, ഉദാഹരണത്തിന് ഒരു മുഹറം 1 എൻ്റെ കയ്യിൽ ഞാൻ 10.5 പവൻ സ്വർണം വാങ്ങിക്കുന്നു. അടുത്ത മുഹറം 1 ആകുമ്പോൾ അതേ 10.5 പവൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് സൂക്ഷിപ്പ് സ്വത്താണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് ഈ 10.5 പവൻ പൊന്നിൻ്റെ പുറമേ ജീവിക്കാനുള്ള ഉപാധി അയാളുടെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ഈ പൊന്നിൻ്റെ മേലൊന്നും അയാൾക്ക് ചെയ്യേണ്ടി വരാഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. എത്ര കൊടുക്കണം? കേവലം 40-1 കൊടുത്താൽ മതി. 40-1 എന്ന് പറഞ്ഞാൽ 2.5%. വളരെ ചെറിയ പോർഷനെ കൊടുക്കേണ്ടതുള്ളൂ. 2.5% നമ്മൾ കൊടുക്കണം. ശരിക്കും കൊടുക്കേണ്ടത് നമ്മൾ ആ ഗോൾഡിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളിതെല്ലാം എളുപ്പത്തിന് വേണ്ടി കറൻസി കൊടുത്തുകൊണ്ടിരിക്കുക. ശരിക്കും കൊടുക്കേണ്ടത് അസുൽ നിയമം അനുസരിച്ചിട്ട് കറൻസി അല്ല കൊടുക്കേണ്ടത്. സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണത്തിൻ്റെ പോർഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോയിനൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറ്റും. ഒരു കോയിൻ എടുത്തിട്ട് ആ ഗ്രാമിന് കണക്കായത് കൊടുത്താൽ മതി. പക്ഷെ ആഭരണമായിട്ടൊക്കെ നമ്മൾ വാങ്ങി, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, സ്വർണത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കി കുറച്ച് മാലയാണ് വാങ്ങി വെച്ചതെങ്കിൽ ഇപ്പോൾ മാലിൻ്റെ കഷ്ണം പൊട്ടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പറയപ്പെട്ട രീതിയിൽ ആ വിലയോട് കണക്കാകുന്ന മൂല്യം നമുക്ക് നൽകിയാൽ മതി, കറൻസി നമുക്ക് നൽകിയാൽ മതി.
അപ്പോൾ ഇവിടെ പലരും സംശയിക്കുന്ന ഒരു കാര്യം, അപ്പോൾ സ്ത്രീകളൊക്കെ ആഭരണങ്ങൾ ധരിക്കാറുണ്ടല്ലോ, ഇതിന് കൊടുക്കേണ്ടതുണ്ടോ? ആദ്യം തന്നെ പറയാം, ഷാഫി മദ്ഹബിൽ കൊടുക്കണ്ട, വേറെ മദ്ഹബുകളിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചില ആൾ ഇതെന്താണെന്ന് അറിയാം, ഇത് ഷാഫി മദ്ഹബുകാർ തിങ്ങി നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഹനഫി മദ്ഹബ് ഇറക്കുമതി ചെയ്യാം. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആകും. എന്നാൽ പിന്നെ നിങ്ങൾ എല്ലാത്തിനും ഹനഫി മദ്ഹബ് ഫോളോ ചെയ്യൂ. തറാബീഹിൽ നിങ്ങൾ ഹനഫി മദ്ഹബ് പിടിക്കൂ, വിത്തറിൽ നിങ്ങൾ ഹനഫി മദ്ഹബ് പിടിക്കൂ. ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് വിത്തർ നിസ്കാരം ഒഴിവാക്കാനേ പറ്റൂല. അപ്പോൾ അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് ഒരു സ്ത്രീ ധരിക്കുന്ന അനുവദനീയമായ ആഭരണം, മാലയും വളയും പാദസരം, അരഞ്ഞാണ്, ഇതൊക്കെ സ്ത്രീകൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇസ്രാഫിന്റെ പരിധിയിലെത്താത്ത ആഭരണമാണ് ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിന്റെ നിയമം. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞ സഹാബിയോട് വന്നിട്ട് ആളുകൾ ചോദിച്ചു, അഫിൽ ഹുലി സക്കാത്തുൻ, ധരിക്കുന്ന ആഭരണത്തിൽ സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പം സഹാബിയുടെ ഫത്വയാണത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചില ബന്ധുക്കളായ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിന് സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ രേഖപ്പെടുത്തിയതായി കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ച് പൊന്നുണ്ട്, 20-30 പവനൊക്കെ പൊന്നുണ്ട്, സക്കാത്ത് നിർബന്ധമാവില്ല, നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും, നിങ്ങൾ സ്വതക്ക കൊടുത്തോളീ, സ്വതക്ക കൊടുത്തോ, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി രണ്ടാമത്തെ വിഷയം കറൻസിയാണ്. കറൻസി നമ്മുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ തുക, ഏകദേശം 48,000 രൂപ. നമ്മുടെ ഇന്നത്തെ സിൽവറിൻ്റെ മാർക്കറ്റ് റേറ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 48,000 റുപ്പീസ് ഒരു വർഷക്കാലം എൻ്റെ അടുക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായാൽ, ചന്ദ്ര കലണ്ടർ അനുസരിച്ചിട്ട് ഒരു വർഷം എൻ്റെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 2.5% ഞാൻ സക്കാത്തായിട്ട് കൊടുക്കണം. ഇടയിൽ പോയി പിന്നെയും വന്നു, ഇടയിൽ പോയി പിന്നെയും വന്നു, അങ്ങനെ ഭയങ്കരമായ ട്രാൻസാക്ഷൻ നടക്കുന്ന ആളുകളാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇടയ്ക്ക് പോയാൽ ശരിക്കും കട്ടാകും, പക്ഷേ അത് ഫുള്ള് നിങ്ങൾ നോക്കിയിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ 2.5% കൊടുക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് കറൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സക്കാത്ത് വരുന്നത്. പിന്നെ ആട് മാട് ഒട്ടകങ്ങൾ, ഈ ആട് മാട് ഒട്ടകം നമ്മുടെ നാടുകളിൽ അതങ്ങനെ പ്രചാരം നേടിയിട്ടില്ല, അതിൻ്റെ ഉപയോഗങ്ങളൊന്നും സാർവത്രികമായിട്ടില്ല. 200 ആടുണ്ടെങ്കിൽ 100 ആടുണ്ടെങ്കിൽ 100 ഒട്ടകം ഉണ്ടെങ്കിൽ, പിന്നെ ഇത്ര പോത്തുണ്ടെങ്കിൽ ഇത്ര എരുമുണ്ടെങ്കിൽ എന്നൊക്കെ കണക്കുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട ആളുകളെങ്കിൽ അതിൻ്റെ ആളുകൾ മസായിലുകളുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊള്ളട്ടെ, അന്വേഷിച്ചു കൊള്ളട്ടെ. നമുക്ക് ഏറ്റവും പ്രധാനമായി വരുന്നത് കച്ചവടത്തിൻ്റെ സക്കാത്താണ്. കച്ചവടത്തിൻ്റെ സക്കാത്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ എന്നാണോ കച്ചവടം ആരംഭിച്ചത്, ഇപ്പം ഞാനൊരു മുഹറം 1 കച്ചവടം ആരംഭിക്കുന്നു, അന്ന് വിൽക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം വസ്തുക്കൾ ആ ഷോപ്പിലേക്ക്, അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്, ഷോപ്പ് തന്നെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, എന്തെല്ലാം വസ്തുക്കൾ വിൽക്കണമെന്ന നിയത്തോടു കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടോ അതങ്ങനെ പോയി ഒരു വർഷം പൂർത്തിയായി. അടുത്ത മുഹറം 1 ആയാൽ ഞാൻ ആ കടയിലെ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ എൻ്റെ സ്റ്റോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്, വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള ആ മൊത്തം സാധനങ്ങളുടെ സ്റ്റോക്ക് എടുക്കണം, കണക്കെടുക്കണം. എന്നിട്ട് ഈ വസ്തുക്കൾക്ക് 48,000 രൂപയുടെ മൂല്യമുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുഹറത്തിൽ തുടങ്ങി അതിങ്ങനെ വന്ന് ദുൽഹിജ്ജ ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞ് 10,000 രൂപേൻ്റെ സാധനം മാത്രമേ ഷോപ്പിൽ ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ദുൽഹിജ്ജ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെയും അങ്ങ് ലാഭം അപ്രതീക്ഷിതമായി വന്നു, സ്റ്റോക്ക് അങ്ങ് കൂടി 60,000 രൂപേൻ്റെ സാധനമായി. എങ്കിൽ പോലും അവസാനം നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ 60,000 രൂപേൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇടയിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള കടം, അതിനെ ഈ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ കൂട്ടേണ്ടതുണ്ട്. നമുക്ക് കടം അങ്ങോട്ട് കൊടുക്കാണ്ടെന്ന് വിചാരിക്കുക. പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എനിക്ക് അങ്ങോട്ട് കടം കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ സക്കാത്ത് കൊടുക്കണ്ട. ഇത് തെറ്റിദ്ധാരണയാണ്. ഫുഖഹാക്കളൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് കടം അങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്ന് കരുതിയിട്ട് എൻ്റെ സക്കാത്തിനെ അത് ബാധിക്കുകയില്ല. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട്, എന്നാൽ പിന്നെ കടം വീടും, കടം വിടാതെ നമ്മൾ അവിടെ സൂക്ഷിച്ച് വെച്ചല്ലോ, എങ്കിൽ പിന്നെ അതിന് സക്കാത്ത് കൊടുക്കണം. കിട്ടാനുള്ള കടത്തിനോ, കിട്ടാനുള്ള കടം ഈ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിൻ്റെ ഏകദേശം 50,000 രൂപയുടെ മൂല്യമുണ്ടെങ്കിൽ ഒരു വർഷമായി എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ തന്നിട്ടില്ല, എങ്കിലും അതിനും ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ശരിക്കും ആ കടം കിട്ടിയാൽ കൊടുത്താൽ മതി. പക്ഷെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ 3 കൊല്ലത്തെ സക്കാത്ത് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. അതിന് ഫുഖഹാ എളുപ്പത്തിൽ പറയുന്നത് നിങ്ങൾ ഓരോ വർഷം അതിൻ്റെ സക്കാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു പരിധി എത്തുമ്പോൾ 47ൻ്റെ താഴേക്ക് പോകുമല്ലോ, പിന്നെ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ അർത്ഥത്തിൽ കച്ചവടത്തിൻ്റെ സക്കാത്ത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ നമ്മളിപ്പോൾ ട്രേഡിംഗ് ഒക്കെ നടത്താറുണ്ട്, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പൈസ ഇടും, ഇതും കച്ചവടത്തിൻ്റെ സക്കാത്ത് ഇതിൽ വരും.
നമ്മൾ എന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത്, ഒരു മുഹറം 1 തുടങ്ങുന്നു, അടുത്ത മുഹറം 1 എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിയിട്ട് ഏതെല്ലാം സ്റ്റോക്കുകൾ നമ്മൾ കയ്യിലുണ്ട് നോക്കുക, ഏതെല്ലാം സ്റ്റോക്കുകൾ. ആ സ്റ്റോക്കിൻ്റെ ഒക്കെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുക. അത് കണക്കാക്കി നോക്കുമ്പോൾ 2 ലക്ഷത്തിൻ്റെയോ 3 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെ ഒക്കെ സ്റ്റോക്ക് അതിലുണ്ട് എങ്കിൽ അതിൻ്റെയും ഈ പറഞ്ഞതുപോലെ 2.5% നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയത്? ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഈ സമ്പത്തിനോടുള്ള ആർത്തിയും അലച്ചയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക് പൈസ എന്ന് പറഞ്ഞാൽ, കറൻസിയോടും നാണയത്തിനോടും അല്ലെ. ഖുർആൻ ശരീഫ് മനുഷ്യൻ മോഹിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മിനൽ ഖനാതീരിൽ മുഖന്തറ, കുമിഞ്ഞുകൂട്ടിയ കൂമ്പാരങ്ങളെ പറ്റി പറഞ്ഞു. മിനദ്ദഹബി വൽ ഫിദ്ദതി, സ്വർണം, വെള്ളി, കുതിരകൾ, ഇതൊക്കെ മനുഷ്യന് ഭയങ്കര പ്രിയങ്കരമാണ്. ഇത്രത്തോളം നബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 2 താഴ്വര മുഴുവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ 2 കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും ആ മനുഷ്യൻ അടങ്ങിയിരിക്കുകയില്ല. അവൻ ആഗ്രഹിക്കും ഇനി ഒന്നും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ നന്നായാനെ. വലയം ലഅഫാഹു ഇല്ല തുറാബ്, അവൻ്റെ വായ മണ്ണല്ലാതെ മറ്റൊന്നും മൂടുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് സക്കാത്തിൻ്റെ വിഷയം പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഏരിയയെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. സദഖകൾ ആർക്കും കൊടുക്കാം, ദാനധർമ്മങ്ങൾ ആർക്കും കൊടുക്കാം. പക്ഷെ സക്കാത്ത് അത് കൃത്യമായി കണിശമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ എന്ന് തുടങ്ങുന്ന ആയത്തിൽ 8 വിഭാഗം ആളുകൾ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്, നമ്മളിതിൽ മദാഹിബ് എവിടെയാണോ പറഞ്ഞു വെച്ചത് അവിടെ നമ്മൾ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്ക് പുറകെ നമ്മൾ പോയാൽ സ്വതക്കൻ്റെ കൂലി നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സക്കാത്തായിട്ടില്ലെങ്കിൽ അള്ളാഹു പിടിക്കുക തന്നെ ചെയ്യും. അലൈക്കും ബിസ്സവാദിൽ അഅലം, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുസ്ലിം സമൂഹത്തിലെ ഗവേഷണ പണ്ഡിതന്മാർ ഒരുമിച്ച് നിൽക്കുന്ന അഭിപ്രായം ഏതാണോ ആ അഭിപ്രായത്തിന് നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഇന്നഹു മൻ ശുദ്ദ ഫിന്നാർ, ആരെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ തേടിപ്പോയാൽ, എല്ലാ വിഷയത്തിലും ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് ചരിത്രത്തിൽ, ആ അഭിപ്രായങ്ങളെയും ആ ശബ്ദങ്ങളെയും നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ ശുദ്ദ ഫിന്നാർ, അവൻ ഒറ്റപ്പെടും. ആ ഒറ്റപ്പെട്ട് അവസാനം ചെന്നെത്തുന്നത് നരകത്തിലേക്കായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ, നമ്മളൊരു മസ്അലയിൽ ഒരു പണ്ഡിതനോട് അഭിപ്രായം ചോദിക്കുന്നു, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു അവകാശം നമുക്കുണ്ട്. അത് മറ്റു ദുനിയാവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ദീൻ്റെ വിഷയത്തിലുണ്ട്. അതും പഠിക്കണേ നമ്മൾ. റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഉസ്താദെ നിങ്ങൾ ഈ പറഞ്ഞ നിയമം മസ്അല ഏത് മദ്ഹബ് അനുസരിച്ചാണ്? ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം പറയുന്നു ഷാഫി മദ്ഹബാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം, ഉസ്താദെ അതിൻ്റെ ഉസ്താദ് പറഞ്ഞ നിയമം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഉസ്താദിനെ കോട്ട് ചെയ്തത്, റെഫർ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അത് എനിക്ക് തിരിയോന്ന് ചോദിച്ചാൽ അത് ഉസ്താദിനോട് പറഞ്ഞാൽ ഉസ്താദ് ഇത് അറിയാനുള്ള അവകാശം എനിക്കുണ്ട് നമ്മൾ പറഞ്ഞാൽ മതി. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ ആളുകളും പ്രാദേശികമായി ഓരോ അഭിപ്രായം പറയും, ഓരോ അഭിപ്രായങ്ങൾ പറയും. ഈ അടുത്ത് ഒരാൾ എന്നോട് വന്ന് സംശയം ചോദിച്ചു, ഉസ്താദ് നോമ്പിന് പ്രായശ്ചിത്തം കൊടുക്കണമല്ലോ, പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ അരിയാണ് കൊടുക്കാറുള്ളത്, ഫിദിയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിദിയ കൊടുക്കണം. ആ ഫിദിയ കൊടുക്കുമ്പോൾ അരിയാണ് കൊടുക്കേണ്ടത്, ഒരു മുദ്ദ് കൊടുക്കണം, ഒരു കയ്യിൽ കോരാൻ പറ്റുന്ന അളവിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുണ്ടായി, അദ്ദേഹത്തിനോട് വേറൊരാൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി, ഖുർആനിൽ ഉപയോഗിച്ചത് ത്വആം എന്നുള്ള പദമാണ്, ഫുഡ് എന്നാണ് ത്വആമിന് അദ്ദേഹം വെച്ച അർത്ഥം. ഫുഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അരി കൊടുത്താൽ പോരാ, ബന്ധു കൊടുക്കണം, നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ആകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. എന്താ പ്രശ്നം? എത്ര കൊടുക്കാനാ ശരീഅത്ത് പറഞ്ഞത്? ഒരു മുദ്ദ് കൊടുക്കാനാ. ഒരു മുദ്ദ് അരിയും ഒരു മുദ്ദ് ചോറും നിങ്ങൾ വെച്ചാൽ ഏതിനാ തൂക്കം കൂടുതൽ ഉണ്ടാകുക? വിവരമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അരിക്കാണ് തൂക്കം കൂടുതൽ ഉണ്ടാകുക, ചോറാണെങ്കിലോ അത് കുറച്ച് മതി. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ചോറാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അയാൾക്ക് അന്ന് ബിരിയാണി കഴിക്കണ്ടെങ്കിലോ, അയാൾക്ക് പിറ്റേന്നും കഴിക്കണ്ടെങ്കിലോ, മൂന്നാമത്തെ ദിവസം ഈ ബിരിയാണി അയാൾ കളയേണ്ടി വരും. പ്രിയമുള്ളവരെ, ഷറഇന്റെ കാഴ്ചപ്പാടുകൾ നോക്കിയിട്ട് അരി തന്നെ കൊടുക്കണം എന്ന് ഷറ എന്തിനാ വാശി പിടിച്ചത്? ഞാൻ അരി കൊടുത്താൽ അത് കിട്ടുന്നവന്റെ ഇഷ്ടമാണ്, അത് എന്താക്കണം, എത്ര ദിവസമാണെങ്കിലും സൂക്ഷിച്ചു വെക്കാം. അരി കേടുവരോ? ഒരിക്കലും കേടുവരില്ല. എത്ര ദിവസമാണെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. നിങ്ങൾക്ക് പത്തിരി ചുടണം, പത്തിരി ചുട്ടോളിൻ. ഇനി മറ്റ് ദോശ ചുടണം, ദോശ ഇട്ടോളിൻ. ചോറുണ്ടാക്കണം, നിങ്ങൾ ചോറുണ്ടാക്കിക്കോളിൻ. എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതാണ് ഫുഖഹ മൊത്തത്തിൽ പറഞ്ഞത്. നിങ്ങൾ അരി കൊടുക്കണം, അരി കൊടുക്കണം. മിൻ ഗാലിബി ഖൂതി ബലദിഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫിദ്യ കൊടുക്കുമ്പോൾ എൻ്റെ നാട്ടിലെ മുഖ്യ ഭക്ഷ്യ പദാർത്ഥം എന്താണോ അത് കൊടുക്കണം. ബാഹ്യമായിട്ട് കാണുമ്പോൾ നല്ല രസമാണ്, ശരിയാണ്. ഈ പാവപ്പെട്ടവനിക്ക് ഒരു പാക്കറ്റ് ബിരിയാണി കിട്ടല്ലേ, 700 ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 750 ഗ്രാമാ. ഒരു മുദ്ദ് അരി എടുത്താൽ ഒരു മുദ്ദ് 750 ഗ്രാം ബിരിയാണി കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് വളരെ ലാഭവും കിട്ടുന്നവനിക്ക് ഉപകാരപ്രദവും. പക്ഷെ ഇങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴാണ് ഷറഇന്റെ അതിലെ ഭദ്രത നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് സക്കാത്തിന്റെ മസലകളിലേക്ക് പോകുമ്പോൾ ഇത് നമ്മളെ ഹക്കാണ്, നമ്മൾ അള്ളാഹുമായി ബന്ധം. ഇത് നമ്മളെ ഒരു മുലാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട വിഷയമല്ല. അള്ളാഹു എന്നോട് ചോദിക്കും. അള്ളാഹു അതിനുള്ള ഉപാധികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മസായിലുകൾ നമ്മൾ തേടി പോകുമ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് ഭരണഘടന നമുക്ക് നൽകിയ ഒരു അവകാശമുണ്ട്. അത് ഇതിലും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഈ വിനീതൻ്റെ അഭിപ്രായം. എന്നാൽ ഒരുപാട് വസാവിസുകൾ നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് നമ്മൾ ഫക്കീറന്മാർക്ക് കൊടുക്കണം, മിസ്കിന്മാർക്ക് കൊടുക്കണം, കടക്കാർക്ക് കൊടുക്കാം. ചില ആളുകളെ കാണുമ്പം ബാഹ്യമായിട്ട് നല്ല കാറുണ്ടാവും, വീടുണ്ടാവും, പക്ഷെ അയാൾ കടക്കാരനാണ്, ഹലാലായ കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ടുണ്ട്, അയാൾക്ക് കൊടുക്കാം, അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹലാലായ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, ആ യാത്രയിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി പ്രയാസമുണ്ടാകുകയാണെങ്കിൽ അയാൾക്കും സക്കാത്തിൻ്റെത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇന്ന് നമുക്ക് ഈ 8 അവകാശികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ റിഖാബാണ്. റിഖാബ് എന്ന് പറയുന്നത് എന്താണ്? അടിമമോചന പത്രം കരാർ എഴുതിയ ആളുകളാണ്. അതായത് യജമാനൻ അടിമനോട് പറയുന്നു, നിങ്ങൾ എനിക്ക് 10 ലക്ഷം തന്നാൽ ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. മുക്കാത്തബത്താണ് അത്. അപ്പോൾ അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. നിന്നോട് യജമാന് 10 ലക്ഷം തന്നാൽ എനിക്ക് മോചനം കിട്ടുമല്ലോ, എന്നാൽ പിന്നെ എൻ്റെ 50,000 സക്കാത്തിൻ്റെ പൈസ ഉണ്ട്, അത് എനിക്ക് കിടക്കട്ടെ, അത് കൊടുക്കാം. ഇന്ന് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമുക്ക് ലഭ്യമല്ല. നമ്മളതാരും താക്കോലിട്ട് പൂട്ടിയതൊന്നുമല്ല, അത് നിലവിലില്ല. മറ്റൊന്ന് നമുക്ക് ലഭ്യമല്ലാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് വൽ ആമിലീന അലിഹ, സക്കാത്തിന്റെ മേൽ തൊഴിലെടുക്കുന്ന ആളുകൾ. ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കേണ്ടത് ജുംഹൂറിൻ്റെ കൂടിയായിരിക്കണം, ഇല്ലെങ്കിൽ പല അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കാം, അവകാശികളെ കണ്ടെത്തി നമ്മൾ നേരിട്ട് കൊടുക്കാം. അങ്ങനെ പറ്റുമോ? അത് നല്ലത്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സക്കാത്ത് വക്കാലത്തേൽപ്പിക്കാം. ഞാൻ പറയുന്നതാ, എൻ്റെ സക്കാത്ത് ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വക്കീലിനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനൊക്കെ അയാൾക്ക് ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ഫിത്ർ സക്കാത്തും നമുക്ക് വക്കാലത്തേൽപ്പിക്കാം. നേരിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ ഇവൻ്റെ ഈ അർഹരായ ആളുകളിലേക്ക് സക്കാത്ത് കൊടുക്കലോടുകൂടി എൻ്റെ സക്കാത്ത് വീടപ്പെടുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് സക്കാത്തിൻ്റെ പേരിലുള്ള കൂട്ടായ്മകളും സംഘങ്ങളും വളരെ നല്ല നിയത്താണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. നല്ല മുന്നേറ്റം തന്നെയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, വളരെ ഗുണകാംക്ഷയോടുകൂടി ഞാൻ പറയുന്നു, ഒരിക്കലും സംഘടനാ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആ അർത്ഥത്തിലോ ഒരു വിമർശനമായി നിങ്ങളതിനെ കാണേണ്ടതേയില്ല. നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായം മാത്രമായി നിങ്ങൾ സ്വീകരിച്ചാൽ മതി. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന സക്കാത്തിൻ്റെ തുകയിൽ നിന്നും ഈ ആമിലീൻ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, സക്കാത്തിൻ്റെ തൊഴിലാളികൾ. സക്കാത്തിൻ്റെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരാളെ നിശ്ചയിക്കും, സക്കാത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കും, സക്കാത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോർ കീപ്പർ തീരുമാനിക്കും, സക്കാത്ത് അനൗൺസർ തീരുമാനിക്കും, സക്കാത്ത് ഡിസ്ട്രിബ്യൂട്ടർ തീരുമാനിക്കും. ഇതെല്ലാം ആമിലീൻ എന്ന കാറ്റഗറിയിലാണ് പെടുക. അപ്പോൾ ഈ പണിയെടുക്കുന്ന ആളുണ്ടാവല്ലോ, ഒരിക്കൽ പിന്നെ ആ മാസം വേറെ പണിക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എല്ലാ മാസവും ഓരോരുത്തർക്ക് സക്കാത്ത് ഉണ്ടാവും. അപ്പോൾ ഇയാൾക്ക് പിന്നെ വേറെ പണിക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന സമ്പത്തിൽ നിന്നും അതിൻ്റെ ഒരു ഓഹരി സാധാരണ ഫക്കീറിനും മിസ്കീനും ഇബ്നു സബീനൊക്കെ കൊടുക്കാൻ പറ്റുന്നത് പോലെ ആമിലീങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഈ ആമിലീങ്ങൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നിടത്ത് മദാഹിബുകൾ പറഞ്ഞു വെച്ചത് വഹുവ മയ്യബഅസുഹുമുൽ ഇമാം, ഒരു നാട്ടിലെ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരി അതായിരിക്കണം. അപ്പോൾ നമ്മളൊരു സക്കാത്തിൻ്റെ ഗ്രൂപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കുറേ ആളുകൾക്ക് പണിയെടുക്കേണ്ടി വരും. സക്കാത്ത് കളക്ട് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് നമ്മളൊരു പൈസ കൊടുക്കണമല്ലോ, ഇവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. വെറുതെ പണിയെടുക്കാൻ കഴിയില്ലല്ലോ. അയാൾക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മാസം പണിക്ക് പോകാൻ കഴിയില്ല. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഈ സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്നും കൊടുക്കരുത്. നമുക്കതിന് ഹദിയകൾ ഉപയോഗിക്കാം. നമ്മൾ ജനങ്ങളിൽ നിന്നും ഹദിയകൾ സ്വീകരിക്കാറുണ്ട്, ക്രൗഡ് ഫണ്ടിങ് നമ്മൾ ചെയ്യാറുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. സ്വതക്കകൾ ഉപയോഗിക്കാം. ഈ ഫണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ബോധിപ്പിക്കേണ്ട വിഷയമല്ല. നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കുക, ശറഇന്റെ ഗ്രന്ഥങ്ങളിൽ ഖുർആനിലും ഹദീസിലും ഫുഖഹാ പറഞ്ഞു വെച്ച കാറ്റഗറിയിൽ ആമിലീൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഇവർ വിടുമോ? അപ്പോൾ ചില ആളുകൾ ആത്മാർത്ഥമായി ചോദിക്കാറുണ്ട്, ഉസ്താദേ അത് അന്നല്ലേ ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണോ പ്രാദേശികമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരെന്നെ ഇമാം എന്ന് പറയുകയാണെങ്കിൽ ഇമാമിനെ ഏൽപ്പിച്ച വേറെയും ചില പണികൾ സക്കാത്തിൻ്റെ വാബിൽ നമ്മൾ കാണാറുണ്ട്. എന്താ കാര്യം?
ഷറഅ് പറഞ്ഞത് ഒരു ഇമാമിൻ്റെ വേറെ ഡ്യൂട്ടി ഉണ്ട്. ആ നാട്ടിൽ ആരെങ്കിലും സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഓൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് കയറിയിട്ട് സക്കാത്ത് പിടിച്ചുകൊണ്ട് പോകണം. ഒട്ടകത്തിന് ഇത്ര ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ആട്ടിൻകുട്ടിനെ കൊടുക്കണമെന്ന് സക്കാത്തിൻ്റെ നിയമമുണ്ട്. അവൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇമാമിന്റെ പണിയാണ്. ഇമാമും നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഗുണ്ടകൾ അയച്ചിട്ട് വാതിൽ ചവിട്ടി പൊളിച്ച് എടുക്കണം നിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ആ സക്കാത്ത് കഹ്റൻ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകണം. എന്നാൽ പിന്നെ ഈ പണിയും കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ, അത് നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയാകട്ടെ, പ്രൊജക്റ്റുകൾ ഉണ്ടാകട്ടെ. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് ശറഇന്റെ ഗൈഡ് ലൈൻസിനോട് ഒപ്പിച്ചുകൊണ്ടാകണം. പൂർണ്ണമായ വിമർശനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഈ ഒരു ആ ശറഇന്റെ നിയമത്തിന്റെ ഗൈഡ് ലൈൻസിനോട് ഒപ്പിച്ചുകൊണ്ടായിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് വലിയ റാഹത്ത്. നമുക്ക് ഈ കൊടുക്കുന്ന പണം നമുക്ക് തന്നെ ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് പല പദ്ധതികളിലേക്ക് നമുക്ക് പരസ്യമായി പ്രചരണം ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ഫണ്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാകണം. കുറേ ഖൈറുണ്ടാകുന്നുണ്ട്, വീടുകൾ ഉണ്ടാകുന്നുണ്ട്, ആൾക്കാർക്ക് മറ്റ് വാഹനത്തിന് സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ട് വിനിയോഗത്തിന്റെ വിഷയത്തിൽ ചില ദുസ്സൂചനകൾ നമുക്ക് ലഭിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരുത്തുന്നത് കൊണ്ട് ഇതിൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് നമ്മുടെ സക്കാത്തിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ സക്കാത്ത്. പിന്നെ റമദാൻ അവസാനമാകുമ്പോൾ നമ്മൾ എല്ലാ വർഷം കൊടുക്കുന്നത് പോലെ ഫിത്ർ സക്കാത്തും. ഇത് ഞാൻ അതിൻ്റെ നേരത്തെ വിഷയം പറഞ്ഞു വെച്ചു. കൊടുക്കേണ്ടത് എന്താണ്? പൈസ കൊടുത്താൽ മതിയോ? പൈസ കൊടുത്താൽ പോരാ, അരി തന്നെ കൊടുക്കണം. നാട്ടിലെ എന്ത് ഭക്ഷണമാണ് മുഖ്യാഹാരം, ആ നാട്ടിൽ അതായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ബിരിയാണി വെച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ആ 750 ഗ്രാം അരി കൊടുത്തതിന് പുറമെ നിങ്ങൾ ബിരിയാണി വെച്ചെടുത്തോളി, സ്വതക്കയായിട്ട് കൊടുത്തോ. ഇത് ഫർളാണ് ഫിത്ർ സക്കാത്ത്. അത് അല്ലാഹു റസൂൽ പറഞ്ഞ പോലെ തന്നെ കൊടുക്കണം. ഈ പറയപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുക്കണം. എൻ്റെ കീഴിൽ ഞാൻ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആരൊക്കെയുണ്ടോ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, അവർക്ക് സമ്പാദിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. മഗ്രിബിന് മുമ്പ് ഒരു കുഞ്ഞ് പറന്നാൽ ആ കുഞ്ഞിനും ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം അത്ര കണിശമായി നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് നേർക്ക് നേരെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് അരി അപ്പുറത്ത് വീട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് അരി ഇങ്ങോട്ടും കിട്ടും. ഇത് ഫിത്ർ സക്കാത്ത് ആകുമെന്ന് ചോദിച്ചാൽ ഞാൻ സക്കാത്ത് സ്വീകരിക്കാൻ അർഹനായ ആളാണെങ്കിൽ ഫിത്ർ സക്കാത്താവും. അല്ലാതെ അവൻ അപ്പുറം കൊടുത്തില്ല, അപ്പം അപ്പുറത്ത് കിട്ടിയാൽ ഇപ്പുറത്ത് കൊടുത്ത് ഇപ്പുറത്ത് കിട്ടിയാൽ ഇതൊരു ചെയിനായി നടന്നു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് ആവില്ല. ഇതും അർഹരിലേക്ക് തന്നെ എത്തണം, ഫക്കീറിലേക്ക് എത്തണം, മിസ്കീനിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ കടമകൾ വീടുകയുള്ളൂ. പരിശുദ്ധമായ റമദാനിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ന്യൂനതകളും വീഴ്ചകളും മായ്ച്ചു കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിൻ്റെ കീഴിലും സക്കാത്തിൻ്റെ സെല്ല് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വക്കാലത്ത് സ്വീകരിക്കാം. നിങ്ങൾക്ക് സക്കാത്ത് നേരിട്ട് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, യാത്രക്കാരാണ് അല്ലെങ്കിൽ മറ്റ് തിരക്കിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സക്കാത്ത് അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വക്കാലത്ത് സ്വീകരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സാധാരണ അരിയും നേരിയ അരിയും. സാധാരണ അരി കൊടുത്താൽ അതിൻ്റെ ഫർള് വീടും, നിയമപരമായി നമ്മൾ രക്ഷപ്പെടും. പക്ഷേ നമ്മൾ ആ നാട്ടിലെ ഏറ്റവും മുന്തിയ ഭക്ഷണ സാധനം കൊടുത്താൽ വഹുൽ അഫ്ളു, അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരിയ അരി കൊടുക്കാൻ പറ്റുന്ന ആൾ, അതാണല്ലോ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഏറ്റവും മുന്തിയ അരി എന്ന് പറയുന്നത്. അതും നമുക്ക് മുന്തിയതെന്ന് പറയാൻ പറ്റൂല. ആ നേരിയ അരിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് നമുക്ക് ഈ പറയപ്പെട്ട നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. സമ്പത്തിൻ്റെ വിഷയത്തിൽ പിന്നെ സാധാരണ നമ്മൾ പറയാറുണ്ട്, നിസ്കാരത്തിലൊക്കെ കുറേ ആളുകൾക്ക് വസ്വാസം ഉണ്ടാകാറുണ്ട്. നീയത്ത് വെച്ചൊന്നും ശരിയാവില്ല, നീയത്ത് വെച്ചതിൻ്റെ മേലെ പിന്നെയും വെക്കുന്നു, വെച്ചതിൻ്റെ മേലെ പിന്നെയും വെക്കുന്നു, ഫാത്തി ഓതിട്ടൊന്നും ശരിയാവില്ല, പിന്നെയും നിസ്കരിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ഉമ്മത്തിൽ സക്കാത്തിൻ്റെ വിഷയത്തിൽ ആർക്കും വസ്വാസം ഉണ്ടാകാറില്ല. സക്കാത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ടാക്സിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ, ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ്. നമ്മൾ കൊടുക്ക്, അള്ളാഹു തആല അത് നൽകും. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വളരുന്നത് എന്നാണ്. വമാ ആതൈതും മിൻ റിബൽ യർബു ഫി അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ബാഹ്യമായത് കുറയുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കൂടുകയാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട്
നമ്മൾ നമ്മുടെ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കണം. നമ്മുടെ കീഴിലുള്ള ആളുകൾ നമ്മുടെ കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ജാഗ്രത പാലിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഒരു സമ്പത്തിൽ സക്കാത്തിൻ്റെ മുതൽ കലർന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കച്ചവട സ്ഥാപനം നടക്കുന്നുണ്ട് ഉഷാറായിട്ട്, ഇതുവരെ കച്ചവടത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വിപത്തുകൾ ഈ സ്ഥാപനങ്ങൾക്ക് വന്ന് ഭവിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബാഹ്യമായ അസ്ബാബുകൾക്ക് പുറമെ ആത്മീയമായ അസ്ബാബുകളും സ്വീകരിക്കണമെന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ ഖൈറായ രീതിയിൽ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد